കാസർകോടൻ ഭാഷയ്ക്കൊപ്പം കടലെ കടന്നൊരു രുചി പെരുമ. റമസാനിൽ അത്താഴത്തിനും മുത്താഴത്തിനും വിഭവങ്ങൾ ഒരുക്കി നാട്ടുകാരെയും മറുനാട്ടുകാരെയും വിരുന്നൂട്ടുകയാണ് ദുബായിലെ കാസർകോടൻ റെസ്റ്റോറന്റുകൾ. രുചിയിൽ മാത്രമല്ല, വിഭവങ്ങളുടെ പേരിലുമുണ്ട് കാസർകോടൻ ടച്ച്. മലയാളിയുടെ പതിവ് ഇഫ്താർ വിഭവങ്ങളിൽ നിന്ന് അടിമുടി വ്യത്യസ്തമാണ് കാസർകോടൻ വിഭവങ്ങൾ. പേരിലും രുചിയിലും കടുമ്പ്, നേർച്ചച്ചോറ്, പള്ളിക്കറി, കുഞ്ഞിക്കടുമ്പ്, കൽത്തപ്പം, പയറുവെള്ളം, മാങ്ങാവെള്ളം, ഇറച്ചിച്ചോറ്, നാടൻ വറവ്, ബീഫ് മുളക് കറി, ഉണക്ക് പൊരിച്ചത് തുടങ്ങിയവയാണ് അത്താഴത്തിനും മുത്താഴത്തിനുമായി തയ്യാറാക്കുന്നത്. കടുമ്പ്, കൽത്തപ്പം, പത്തിരി പറഞ്ഞാൽ നാടൻ പത്തിരി, അരി അരച്ചുണ്ടാക്കുന്ന പത്തിരി, പിന്നെ കറി വിഭവങ്ങൾ, പിന്നെ ബീഫിൽ പള്ളിക്കറി എന്നിട്ട് അറിയപ്പെടുന്ന ഒന്ന്, പിന്നെ ബീഫ് നാടൻ വറവ് എന്ന് പറഞ്ഞിട്ട് തേങ്ങ, ഫ്രഷ് തേങ്ങ ഇട്ടിട്ട്, ഈ പയറ് വെള്ളം, മാങ്ങ വെള്ളം, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കൂടുതൽ ഭക്ഷണത്തിന്റെ കൂടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന കടുമ്പും അരി അരച്ച് അപ്പപ്പോൾ ചുട്ടെടുക്കുന്ന നാടൻ ദോശയുമടക്കം വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയാണ് ഇവിടേക്ക് ആകർഷിക്കുന്നതെന്ന് ഭക്ഷണപ്രേമികൾ. നമ്മൾ പരിക്ക് പോയിട്ട് തിന്നണേ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്വന്തം പുരയിൽ കിട്ടും പോലെ, അതേപോലെ കീശയിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ ഉസ്താദ് അത് മാസത്തിൽ കൊടുത്താൽ മതി. ഇനി മാസത്തിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിലും 2 മാസം ആയാലും ഉസ്താദൊന്നും പറയില്ല. കാസർകോട്ടുകാർ മാത്രമല്ല, മംഗലാപുരം, കണ്ണൂർ തുടങ്ങി മറുനാട്ടുകാരും ദൈറ നായിഫിലെ ഈ രുചിപ്പെരുമ ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. ക്യാമറാമാൻ പ്രമദ് ബി കുട്ടിക്കൊപ്പം NM അബൂബക്കർ, മനോരമ ന്യൂസ്, ദുബായ്.